ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടകളിൽ വളരെ നല്ല രീതിയിൽ വിറ്റ് പോകുന്നൊരു സാധനം നിങ്ങൾക്കറിയാമോ? എങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. വെറും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ₹1 ചിലവില്ലാതെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഇ കൊമേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതിൻ്റെ പേരാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പോൾ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യേണ്ടത്, എത്ര രൂപ ചിലവാകും, എങ്ങനെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, നമുക്കിതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളൊരു സംരംഭകനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹോൾസെയിൽ മാനുഫാക്ചറോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി, നിങ്ങളുടെ സ്ഥാപനത്തിന് കൂടുതൽ സെയിൽസും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ്, ഒരു ഫ്രീ വർക്ക്ഷോപ്പാണ്, 100% ഫ്രീ ആയിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് നമ്മൾ ശനിയാഴ്ച കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റോറി ലാബ് എന്ന് പറഞ്ഞൊരു B2B SaaS കമ്പനിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര് B2B ബിസിനസ് ഗ്രോത്ത് ഹാക്സ് ആൻഡ് ഫ്യൂച്ചർ എന്നാണ്. അപ്പം നിങ്ങൾക്കറിയാം, അത് നമ്മൾ റവന്യൂ, സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് ഓട്ടോമേഷൻ, ഇന്നോവേഷനൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് ഇൻവോൾവ് ചെയ്യുന്ന എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഞാനൊരു ഫോം നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ കം ബാക്ക് ടു പോയിന്റ്, നമുക്ക് ഡയറക്റ്റായിട്ട് പോയിന്റിലേക്ക് കിടക്കാം. എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? നമുക്കറിയാം, ഒരു ഇ കൊമേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ സെല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ സാധനം സ്റ്റോക്ക് വേണം, നിങ്ങൾക്ക് GST വേണം, നിങ്ങളുടെ കയ്യിൽ സാധനം സ്റ്റോക്ക് വേണം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഓൺ ബുക്ക് ഒക്കെ നമ്മുടെ ആമസോണിൽ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് 1 by 1 ആയിട്ട് നമ്മൾ സെല് ചെയ്യുന്നു. ഇതാണ് ഇ കൊമേഴ്സ്. അതായത് നമ്മൾ ഓഫ്ലൈൻ മെത്തേഡിനെ ഓൺലൈനിലേക്ക് മാറ്റുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. എങ്ങനെയാണ് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ചെയ്യുക? വളരെ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ഒരു സാധനം വേണമെന്നില്ല, നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലോ നമ്മുടെ തൊട്ടടുത്തുള്ള ആരെങ്കിലും കയ്യിൽ അയാളൊരു മാനുഫാക്ചർ ആയിരിക്കണം, അയാളുടെ കയ്യിൽ കൂടുതൽ സഫിഷ്യൻറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റണം. കാരണം ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ ആ സാധനം നമുക്കെടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ ചെയ്തിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. അതാണ് നമ്പർ 1 സ്റ്റെപ്പ്. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും കസ്റ്റമർ നമ്മൾ ത്രൂ ഓൺലൈനായിട്ട് ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 300 രൂപയാണ് നമ്മൾ സാധനത്തിനിട്ട വില, പക്ഷേ നമുക്ക് 200 രൂപക്കാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ 100 രൂപ എടുക്കുന്നു, എന്നിട്ട് 200 രൂപ നമ്മുടെ മാനുഫാക്ചർ കൊടുക്കുന്നു, ഷിപ്പിംഗ് ചാർജും കൊടുക്കുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, ഈ കസ്റ്റമറിലേക്ക് അയക്കുന്നു. ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ₹1 ചിലവില്ല, അല്ലേ? കാരണം നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുടെ പ്രൊഡക്റ്റ് മാത്രമല്ല, നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സംഭവങ്ങളൊക്കെ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം? ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഓ മൈ ഗോഡ്, എനിക്കൊരു 10,000 രൂപ മുടക്കേണ്ടി വരുമല്ലോ ആദ്യം തന്നെ. ഒരു വെബ്സൈറ്റിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ കാറ്റലോഗ് ഉണ്ടാക്കുക, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്, അല്ലേ? അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ. അതിനകത്ത് ഞാൻ 5-6 മെത്തേഡ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. പക്ഷേ അതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം അതൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. അതിനകത്ത് ഒരുപാട് ആൾക്കാർ സീരിയസ് ആയിട്ട് കണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരെ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് അതിനകത്ത് ഇന്ന് വന്നൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. സോ നമുക്ക് കാറ്റലോഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിൻ്റെ പേരാണ് ക്വിക്സെൽ. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയൊരു വെബ്സൈറ്റാണ്. അപ്പോൾ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്കറിയാം എൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ക്വിക്സിൽ ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള പിക്ചേഴ്സ് എന്ത് ചെയ്യുക, നമുക്ക് ഡയറക്റ്റായിട്ട് 1 by 1 നമുക്ക് ഓൺബോർഡ് ചെയ്യാം. ഇത് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. സോ നമ്മൾ ഫസ്റ്റ് ക്വിക്സെൽ ആപ്പിലേക്ക് പോകുന്നു. അവിടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും യുവർ സ്റ്റോർ. നമ്മുടെ സ്റ്റോറിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. എൻ്റെ 2 കാറ്റലോഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് കാറ്റലോഗ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. കസ്റ്റമർ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഈ സാധനം എങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, വളരെ ഈസിയാണ്. ഇപ്പം ആഡ് ടു കാർട്ട് 4,999 സാധനം 999 റുപ്പീസ് കിട്ടുന്നു. ആഡ് ടു കാർട്ട് കൊടുക്കുക, നമ്മൾ നമ്പർ കൊടുക്കുക,
നമ്പർ കൊടുത്തിട്ട് ബൈ നൗ ഓപ്ഷൻ വ്യൂ കാർട്ടിൽ പോവുക. ബി കാർട്ടിൽ പോയിട്ട് കൺഫേം ഓർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മുടെ പേരും കാര്യങ്ങളും കൊടുക്കുക, അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് കിട്ടും. ആസ് എ സെല്ലറിൽ ആൾക്ക് എനിക്ക് മെസ്സേജ് കിട്ടും, എന്താണ് ഇങ്ങനെ ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. മറിച്ച് വേറൊരു ഓപ്ഷൻ കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സാധനം എടുത്ത് കസ്റ്റമർ വ്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കസ്റ്റമറോട് ഡയറക്റ്റ് ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. കാരണം നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. അത് നമ്മൾ നോർമലായിട്ട് ഒരു സാരിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക റീസെയിൽ എന്തെങ്കിലും രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും എന്ത് ചെയ്യും, ഒരു സാധനം എടുത്തിട്ട് അതിൻ്റെ പോസ്റ്റർ അതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ ചറപറ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും. ആൾക്കാർക്ക് മടുത്ത് പണ്ടാരെടുക്കും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു ഇതല്ല. കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് ആൾക്കാർ നമ്മൾക്കൊരു റിലേഷൻ ഉണ്ട്, നമ്മുടെ ബ്രാൻഡിന് ആൾക്കാർ മതിക്കും അല്ലേ. അപ്പോൾ ഇത് അത് മാത്രമല്ല, ഇപ്പോൾ ഇത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തിന് ഇത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരുപാട് ഫോട്ടോ ഒരുപാട് അയാൾ എൻ്റെ ഇതിൽ ഇതാക്കിയതുപോലെ ഞാൻ അയാളുടെ അയച്ചു കൊടുക്കുന്നതിന് പകരം ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയണ്ടേ അതുകൂടാതെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടിട്ട് ഇതിനകത്ത് അയാളോട് ഡയറക്റ്റായിട്ട് ചാറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഈ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം കസ്റ്റമർ റിവ്യൂ എടുക്കുകയാണ്. കസ്റ്റമർ റിവ്യൂ എടുത്തതിന് ശേഷം ചാറ്റ് നൗ. അപ്പോൾ എനിക്കിപ്പം ഡയറക്റ്റായിട്ട് ഓണറോട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കണ്ടോ ചാറ്റിലേക്ക് പോകുന്നു, കണ്ടോ ഐ ആം ഇൻട്രസ്റ്റഡ് ഓൺ യുവർ പ്രൊഡക്റ്റ്. അപ്പം ചാറ്റിലേക്ക് തന്നെ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ഈ കസ്റ്റമറോട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും ഈസിയാണ് ഈ ഒരു ക്വിക്ക് സെല്ലിൻ്റെ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയണ്ടേ, ഇതിനകത്തൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്. നമ്മൾ കാറ്റലോഗ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷനും കൂടെ ആഡ് പ്രൊഡക്റ്റ്, ഗാലറിയിൽ പോവുക. ഗാലറിയിൽ പോയിട്ട് ഷൂ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് പ്രൊഡക്റ്റിനകത്ത് ബേസിക് ഇൻഫോ നൈക്ക SK മിനിമം സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എത്രയാണ്, ഇതിൻ്റെ പ്രൊഡക്റ്റ് പ്രൈസ് എത്രയാണ്, 1500. ഓഫർ ഡിസ്കൗണ്ട് ഞാൻ 999 രൂപക്കാണ് കൊടുക്കുന്നതെങ്കിൽ 34% ഡിസ്കൗണ്ട് എന്ന് വരും. അതിൻ്റെ കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് സേവ് കൊടുക്കാം. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നല്ല പ്രീമിയം ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടണം എന്നുള്ളൊരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മോഡലിനായിട്ട് സെല് ചെയ്യാം. ഇത് നമുക്ക് ക്വിക്ക് സെല്ല് നമുക്ക് ക്ലോത്ത്സോ അല്ലെങ്കിൽ ഷൂസോ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമല്ല, ഫർണിച്ചർ നമുക്ക് സെല് ചെയ്യാം, സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് സെല് ചെയ്യാം, സെക്കൻഡ് ഹാൻഡ് ഫോൺ സെല് ചെയ്യാം. കാരണം ഫോണൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ജസ്റ്റ് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് പറയുന്നതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് കാറ്റലോഗ് ഉണ്ടാക്കിയിട്ട് ആ കാറ്റലോഗിൽ എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റാണ്. കാരണം നമുക്ക് ആ സാധനം മാത്രം അയച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് വേറൊരു സംഭവം ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഇത് സെല് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് എന്താ പറയുക, അതിൻ്റെ എസൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.